ഇന്നെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നാട്ചെയ്തി കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ രാത്രിക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും, അതുപോലെ ഈ ശബ്ദ പരിധിയിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും വീണ്ടും വരാൻ പോകുന്ന കർത്താവായ യേശുവിലുള്ള നന്ദിയെ ഇന്ന് രാത്രികാലം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ തന്നെ ദൈവവചനത്തിലേക്ക് കടന്നു പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ സ്വർണ്ണപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാം. എല്ലാവരും അവർക്ക് നற்സാക്ഷി കൊടുത്ത് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട കൃപയുള്ള വാർത്തകളെ കുറിച്ച് ആശ്ചര്യപ്പെട്ട്, ഇവൻ യോസഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ സ്തോത്രം നற்ചെയ്തി കൂട്ടത്തിൻ്റെ കൺവെൻഷൻ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രികാലം വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്ത് ശക്തിയായി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തുടർന്നും ദൈവത്തിൻ്റെ വലിയ കൃപ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുവാൻ വേണ്ടി എല്ലാ ദൈവമക്കളും ശക്തിയായി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ഇപ്രകാരം ഒരു പദം നാം കേട്ടു. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട കൃപയുള്ള വാക്കുകളെ കേട്ട് ജനം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിൻ്റെ മകനല്ലയോ? ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രികാലവും കൃപയുള്ള വാക്ക് പറയുവാൻ കൃപയുള്ള ദൈവം ഇന്ന് രാത്രിയും ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം ശക്തിയായി ഈ സ്റ്റേജിൽ, ഈ വേദിയിൽ, ഈ ഗ്രൗണ്ടിൽ ശക്തമായി വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയായി ദൈവത്തിൻ്റെ കൃപ ഉണരുന്നവർ അല്പസമയം പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ട്. റിബാന ശാന്തന രഗൽ കമനാദിയ ആൽമന പ്രഭാജന റിഗൽ കമനക ശാന്തന രഗജനാദിയ. ഓ യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ സ്തോത്രം, കാറ്റും കടലും ശാന്തമായി. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ മുടന്തൻ എഴുന്നേറ്റ് നടന്നു. യേശു കർത്താവ് ഒരു വാക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ മരിച്ചവൻ പുറത്തു വന്നു. അത് അന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ നற்ചെയ്തി കൂട്ടത്തിന്റെ രണ്ടാമത്തെ രാത്രി എന്റെ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുവാൻ അവൻ സർവശക്തനാണ്. ആ വലിയ ദൈവം ഈ മീറ്റുകൾ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അവന്റെ കൃപയെ ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ആത്മാവിൽ ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. ഈ ശബ്ദ സീമയ്ക്കകത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ നല്ലവരായ നാട്ടുകാരുടെ ഈ സ്തോത്ര ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ദൈവമക്കളുടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കൃപയുള്ള കർത്താവ് ഇന്ന് രാത്രി നല്ല വാക്ക് പറയുക, നല്ല ശബ്ദം പറയുക യേശു ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. അവൻ പാപികളെ രക്ഷിച്ച ദൈവമാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണ്. അവൻ ബന്ധനങ്ങളെ അവിഴ്ത്ത ദൈവമാണ്. അവൻ അസാധ്യതകളെ സാധ്യമാക്കിയ ദൈവമാണ്. അവൾ വാക്കുകൾ കൊണ്ട് സകലത്തെ ഉണ്ടാക്കിയ ദൈവമാണ്. ഇന്ന് രാത്രി സകലത്തെ ഉണ്ടാക്കുവാൻ, സകലത്തെ ഉളവാക്കുവാൻ, ശക്തിയുള്ള വാക്ക് പറയുവാനുള്ള വലിയ ദൈവം ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. അവന്റെ കൃപ ഇന്ന് രാത്രി ചലിക്കയായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാ. സർവശക്തിയുള്ള ദൈവമേ, ഇന്നല്ല അനുഗ്രഹിക്കപ്പെട്ട നற்ചെയ്തി കൂട്ടത്തിന്റെ രണ്ടാമത്തെ രാത്രിക്കായി സ്തോത്ര. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്ര. ദൈവത്തിന്റെ വചനത്തിന്, ശബ്ദത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ മാനുഷിക പൈശാചിക എല്ലാ ദേശത്തിലെ അന്ധകാര മണ്ഡലങ്ങളെ ഓ സ്തോത്രം, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവകളെ ഞങ്ങൾ ശാസിച്ച് ഞങ്ങൾ ദൈവദാസന്മാരായ ദൈവമക്കളായി ഒരുമിച്ച് അവകളുടെ മേൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി കാൽവരിയിൽ ജയം കൊണ്ടാടിയ അത് യേശുവിന്റെ നാമത്തിലുള്ള ജയ ഈ വേദദേശത്തിൽ ജ്വലിച്ചു നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അത്ഭുതങ്ങളെ അങ്ങ് പ്രവർത്തിച്ചിരിക്കുകയായി നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.
ദൈവത്തിന്റെ വചനത്തിന് നേരായിട്ട് വേഗമായി കടന്നു പോകുവാൻ കർത്താവിന്റെ കൃപയിൽ സ്വർണ്ണപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നാം വായിച്ചു കേൾക്കുവാനിടയാക്കി. ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ടെ. എല്ലാവരും അവന് നർച്ചാക്ഷി കൊടുത്ത് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട കൃപയുള്ള വാർത്തകളെ കുറിച്ച് ആശ്ചര്യപ്പെട്ട് ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കണമേ, ആ വാക്യത്തിൽ ഇപ്രകാരം ഒരു പദം കാണുന്നു. സ്തോത്രം. യേശുവിന്റെ വാക്ക് കൃപയുള്ളതാണ്. ഹല്ലേലൂയ. മലയാളത്തിൽ യേശുവിന്റെ വാക്ക് ലാവണ്യമുള്ള വാക്കാണ്. ഹല്ലേലൂയ. ഈ സ്തോത്രം നർച്ചെയ്തി കൂട്ടത്തിന്റെ 2-ാമത്തെ രാത്രികാലവും കൃപയുള്ള വാക്ക് പറയുവാൻ എന്റെ കർത്താവ് നിങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. നോക്കണമേ, സ്തോത്രം. യേശു കർത്താവ് അവന്റെ പരസ്യ ശുശ്രൂഷ സമയത്തിൽ യേശു എന്തെല്ലാം പറയുന്നു അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരെല്ലാം ഉറക്കെ വിളിച്ചു പറയും, ദേ 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 യേശു വരുന്നുണ്ട്. യേശു വരുന്നത് വെറുതെയല്ല, യേശു ആരെയോ മരിച്ചവനെ ഉയർപ്പിക്കാൻ വേണ്ടി യേശു കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല പറയുന്നത്, പിന്നെയും നാട്ടുകാർ പറയൂ, ദേ ദേ യേശു വരുന്നുണ്ട്. അവൻ സ്തോത്രം ഒരു വെറുതെ ഒരു കപടവാക്ക് പറയുവാനല്ല യേശു വരുന്നത്. യേശു വരുന്നത് ലാവണ്യമുള്ള വാക്ക് പറയുക, തകർന്നിരിക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കുന്ന വാക്ക് പറയുക, ഉടഞ്ഞിരിക്കുന്ന നിന്നെ കെട്ടിപ്പണിഞ്ഞെടുക്കുന്ന വാക്ക് പറയുക. ഇന്ന് രാത്രികാലം ഈ സുവിശേഷ യോഗത്തിൽ എന്റെ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അവന്റെ കൃപ ഈ ദേശത്തിൽ ശക്തിയായി ചലിക്കുകയാണ്. ഇന്ന് രാത്രി വളരെ ഭാരത്തോട്, വലിയ വേദനയോട്, വളരെ രോഗത്തോട്, പ്രാർത്ഥന വിഷയങ്ങളോട്, കണ്ണുനീരോട്, എന്റെ ദൈവമേ എന്നോട് ഒരു വാക്ക് പറയണമേ, എന്നോട് ഒരു വാക്ക് സംസാരിക്കണമേ എന്ന് ആരെങ്കിലും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്നോടൊരു അനുഗ്രഹിക്കപ്പെട്ട ശബ്ദം പറയുക. യേശു കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി കാലം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ വായിച്ചു വരുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി അനേകർ കാത്തിരുന്നതായിട്ട് വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, പഴയ നിയമ കാലഘട്ടത്തിൽ യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി, യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ആമേൻ സ്തോത്രം ശിഷ്യന്മാർ സ്തോത്രം ഹല്ലേലൂയ കൂടിയിരുന്നതായി ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാര് ഒറ്റയ്ക്കും കൂട്ടമായിട്ടും കൂട്ടം കൂട്ടമായിട്ടും അവിടെവിടെയായി ദൈവത്തിന്റെ ജനം കൂടി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം എന്റെ ദൈവം അവരോടെല്ലാം അവന്റെ വാക്ക് സംസാരിച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്റെ ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിക്കുകയാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവം ദൈവത്തിന്റെ രൂപത്തില് ആമേൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ രൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. അത് ശരിയാണെന്ന് പറയുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശരിയാണ്. സ്തോത്രം. അന്നേരം ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യനിൽ ദൈവത്തിന്റെ കറക്റ്റായ സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ യോഗത്തിൽ നർച്ചെയ്തി മീറ്റിംഗിൽ നല്ല വാക്ക് കേൾക്കുവാൻ, നല്ല ശബ്ദം കേൾക്കുവാൻ വന്നിരിക്കുന്ന ദൈവമക്കളെ, ആമേൻ സ്തോത്രം, എന്റെ ദൈവം സ്തോത്രം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ അതേ സെയിം സ്വഭാവത്തിൽ, അതേ ദൈവത്തിന്റെ സെയിം ക്വാളിറ്റിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ.
എന്നാൽ മനുഷ്യൻ തെറ്റിപ്പോയി. എങ്ങനെയായിരിക്കും മനുഷ്യൻ തെറ്റിയത്? ആമേൻ സ്തോത്രം. ചുരുക്കമായി വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ദൈവം സ്തോത്രം ഹല്ലേലൂയ ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആമേൻ ഏദെൻ തോട്ടമുണ്ടാക്കി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കുറച്ച് താപ്പോട്ടൊക്കെ വചനവും അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ ആമേൻ ആദാം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലത് അല്ല എന്ന് ദൈവം കണ്ടിട്ട് ആമേൻ സ്തോത്രം ആദാമിന് നല്ല ഒരു ഗാഢനിദ്ര നൽകി അവന് നിന്നൊരു വാരിയൽ ഊരിയെടുത്ത് ഹവ്വ അമ്മച്ചിയും ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ദൈവം ഇവരെ രണ്ടുപേരെയും ഏദെൻ തോട്ടത്തിലാക്കി. അതിന് തൊട്ടുമുന്നമായി ഒരു പദം കൂടെ പറഞ്ഞു വരട്ടെ. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവത്തിന്റെ സ്വഭാവമുണ്ടായിരുന്നു. എന്താ ദൈവത്തിന്റെ സ്വഭാവം? ആമേൻ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഫലോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകകൾക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവും ഈ ലോകത്തിൽ വേറെ ഇല്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആമേൻ സ്വത്രം ആമേൻ സ്വഭാവമുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആമേൻ ക്രിയകളായ 9 ആത്മാവിന്റെ ഫലമുണ്ടായിരുന്നു ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ യോഗത്തിൽ, ഈ സ്റ്റേജിൽ, ഈ ഗ്രൗണ്ടിലും, ഈ ശബ്ദ സീമയ്ക്കകത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഈ സെയിം ക്വാളിറ്റിയോടെയാണ്, ഈ സെയിം സ്വഭാവത്തോടെയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ച്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്ന ഈ സ്വഭാവം ഇന്ന് എന്നെ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഈ സ്വഭാവമുണ്ട്? അവർ കരമുയർത്തി എന്റെ ദൈവത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ആത്മാവിൽ പറയട്ടെ, ആദമിനും ഹവ്വയ്ക്കും ഈ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ ദൈവം അവരെ രണ്ടുപേരെയും ഏദെൻ തോട്ടത്തിലാക്കി. ആമേൻ സ്തോത്രം. തോട്ടത്തിലാക്കിയിട്ട് ദൈവം ഇപ്രകാരം പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിലെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നുകയോ നിങ്ങൾ തൊടുകയോ അരുത് എന്ന് ദൈവം വളരെ കർശനമായി ദൈവത്തിന്റെ വാക്ക് അവരോട് സംസാരിച്ചു. നോക്കണമേ, ആദാമനോടും ഹവ്വയോടും ദൈവം പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിലെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം മാത്രം നിങ്ങൾ തിന്നുകയും തൊടുകയും അരുത് എന്ന് ദൈവം അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചത്? ദൈവം അവരെ തോട്ടത്തിലാക്കിയിട്ട് എന്റെ ദൈവ സ്തോത്രം കടന്നു പോകുവാൻ ഇടയാക്കിയിരുന്നു. ആദമും ഹവ്വയും മാത്രമാണ് ഇപ്പോൾ തോട്ടത്തിലുള്ള. ദൈവം തിന്നരുത് തുടരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സാത്താനായ സർപ്പ് ആ തോട്ടത്തിന്റെ അകത്ത് നുഴഞ്ഞു കയറി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവമായ കർത്താവ് ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും ആമേൻ പാമ്പ് അല്ലെങ്കിൽ സർപ്പം വളരെ തന്ത്രമുള്ള തന്ത്രശാലിയായിരുന്നു. വായിച്ചാട്ടെ. അത് സ്ത്രീയോട് ദൈവം തിന്നരുതെന്ന് വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിലെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നിൽക്കട്ടെ. സ്തോത്രം. നോക്കണമേ, ദൈവം അവരോട് വളരെ ശക്തമായി പറഞ്ഞതാണ്, തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിലെ ഫലവും തിന്നാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നുകയും തൊടുകയും അരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കാണ്. നോക്കണമേ, സ്തോത്രം. ദൈവം ഇത് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഡ്യൂട്ടിക്കായി പോയിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ വേലാറുന്ന സമയത്തിൽ, വൈകുന്നേരം വേലാറുന്ന സമയത്തിൽ എന്റെ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദമിനോടും ഹവ്വയോടും വളരെ സ്പഷ്ടവും വ്യക്തവുമായി ദൈവം സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ.
എല്ലാ ദിവസവും നാം എല്ലാം രാവിലെ പ്രാർത്ഥിക്കുന്നത് പോലെ, നാം എല്ലാം രാവിലെ മൊത്തം അധ്വാനിച്ച് രാത്രി നമ്മുടെ വീട്ടിൽ വന്ന് സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത് പോലെ, ആമേൻ സ്തോത്രം, രാവിലെയും പകലും പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ ദൈവൻ ഏദെൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദാമിനോടും ഹവ്വയോടും വളരെ ശക്തമായി സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എന്താ അവിടെ സംഭവിച്ചത്? ആമേൻ ആമേൻ ആമേൻ. ദൈവം തിന്നരുത്, ദൈവം തുടരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ മേൽ തന്ത്രശാലിയായ പിശാച് ആമേൻ ആ മരത്തിന്റെ മേൽ വന്നിട്ട് പറയുക, ആ ഹവ്വമ്മച്ചിയോട്, നീ ഇതിനെ തിന്നാൽ ദൈവത്തെ പോലെ ആയി തീരും. ഹല്ലേലൂയ. ഹവ്വമ്മച്ചി സ്തോത്രം ഹല്ലേലൂയ. ദൈവം പറഞ്ഞതിനെ ചിന്തിക്കുന്നില്ല. ഹവ്വമ്മച്ചി തന്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നില്ല, ആദാമിനോട് ചോദിക്കുന്നില്ല, ഒന്നും ചിന്തിക്കാതെ ദൈവത്തെ പോലെ ആയിത്തീരാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ സ്തോത്രം അവൾ ഒന്നും ചിന്തിക്കാതെ സാത്താൻ പറഞ്ഞതിനെ, അല്ല എങ്കിൽ തന്ത്രശാലിയായ പാമ്പ് സർപ്പം പറഞ്ഞതിനെ അവൾ പറിച്ചു തിന്നുവാനിടയാ തീർന്നു. ഹല്ലേലൂയ. ഇപ്പോൾ മനസ്സിലാക്കണമേ, ആത്മാവിന്റെ ഫലം 9 അവളിൽ നിന്ന് 1 by 1 ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്ര. കുറച്ചു നേരം കഴിയുന്നു, ആദാമും കടന്നു വരുന്നു. ആദാമിന് അവൾ കൊടുത്തു. സ്തോത്ര. ആദാമ് ചോദിച്ചില്ല, ഇത് എവിടെന്നാ കിട്ടിയതെന്ന് ചോദിച്ചില്ല. ആദാം അതിനെ മേടിച്ചു കഴിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ സ്തോത്ര അവൻ തിന്നു തീർന്നപ്പോ വല്ലാത്ത ഒരു ശിവറിയും വിറയലും ഉണ്ടാകുന്നു, വല്ലാത്ത ഭയമുണ്ടാകുന്നു. അവർക്ക് തോട്ടത്തിൽ നിൽക്കുവാൻ പറ്റാതെയാകുന്നു. അവർ തോട്ടത്തെ വിട്ട് ഓടി ഒളിക്കുവാനിടയാ തീർന്നു. ഇപ്പോൾ നോക്കണമേ സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് അന്യപ്പെട്ട് ദൈവത്തിന്റെ വാക്ക് തെറ്റിച്ചവരായി, ആത്മാവിന്റെ ഫലങ്ങളായ 9 നഷ്ടപ്പെട്ടവരായി, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് വീഴുന്നവരായി, തോട്ടത്തിന്റെ പുറത്തായി. ഹല്ലേലൂയ. അന്ന് വൈകുന്നേരം വേലാറുന്ന സമയത്തിൽ എന്റെ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദാമിനെ വിളിച്ചു, ആദമേ, നീ ഇപ്പോൾ എവിടെയാണ്? ആദാമിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എന്റെ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ സൃഷ്ടിച്ച എന്റെ മക്കളെ സാത്താൻ രഹസ്യമായി തകർത്തിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഇപ്രകാരം വിളിച്ചു പറയട്ടെ, ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് എന്നെ പോലെ സ്വത്രമല്ലിൽ യവനക്കാരായ അനേക ചെറുപ്പക്കാരെ ശത്രുവാനയവൻ സാത്താനായവൻ രഹസ്യമായി, പരസ്യമായല്ല, രഹസ്യമായി അനേകരെ തകർത്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ട സ്തോത്രം വളരെ മോശമായ ഒരു കാലഘട്ടമായിരിക്കുന്നു. മനുഷ്യൻ പച്ചവെള്ളത്തെ കുടിക്കുന്നത് പോലെ പാവത്തെ കുടിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ വിളിച്ചു പറയട്ടെ, ആമേൻ സ്തോത്രം, എന്റെ ദൈവത്തിന് വല്ലാതെ ഭാരമുണ്ടായി. ഞാൻ സൃഷ്ടിച്ച എന്റെ രൂപത്തിലും എന്റെ സാദൃശ്യത്തില് എന്റെ സ്വഭാവത്തിലും സൃഷ്ടിച്ച എന്റെ മക്കളെ സാത്താൻ രഹസ്യത്തിൽ തകർത്തിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം പറയട്ടെ, അനേകരെ ഈ ദേശത്തിന്റെ മധ്യയിൽ രഹസ്യമായി സാത്താൻ തകർത്തുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ജനമേ, നാം മൗനമായിരിക്കരുത്. ഇന്ന് രാത്രികാലം നാം എഴുന്നേൽക്കല, നാം പ്രാർത്ഥനയിൽ പോരാടണ. ദൈവത്തിന്റെ ജനത്തെ രഹസ്യത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്ന അതേ അന്ധകാര ശക്തിയെ തകർക്കുക ദൈവത്തിന്റെ ജനം എഴുന്നേറ്റ് പോരാടുവാൻ തയ്യാറാകുമെങ്കിൽ ഈ ദേശത്തെ ഭരിച്ചു വാഴ്ന്നുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ, ആമേ പാപത്തിന്റെ ശക്തികളെ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രികാല തകർത്തെറിഞ്ഞ് ചില കുടുംബങ്ങളെ കൂടെ, ചില തലമുറകളെ കൂടെ ഈ ദേശത്തിൽ നിന്ന് എന്റെ ദൈവം വിടിവിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിലേക്ക് കടന്നു വരട്ടെ. എന്റെ ദൈവം ഇപ്രകാരം ചിന്തിച്ചു, എന്റെ മക്കളെ രഹസ്യത്തിൽ തകർത്ത സാത്താനെ ഒരു ദിവസം പരസ്യ കോലമായി തകർക്കണം. ദൈവത്തിന്റെ ജനമേ, ദേശമേ സ്തോത്രം, നിന്നെ ശത്രുവാകുന്നവൻ രഹസ്യത്തിൽ തകർക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തെ രഹസ്യത്തിൽ സാത്താൻ തകർക്കുന്നുണ്ടോ? ഇന്ന് രാത്രികാല വചനം ഇങ്ങനെ പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്തു നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. പിശാച് ഒരു വഴിയായി കയറി വര്, എന്നാൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ അവൻ 7 വഴിയായി ഇന്ന് രാത്രി ഓട്ടം പിടിക്കും. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് സ്തോത്രം, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി കിടക്കുമ്പോൾ എങ്ങനെയും നിന്നെ തകർത്ത് കളയുക, എങ്ങനെയും ദൈവത്തിന്റെ പദ്ധതി നിന്ന് അന്യപ്പെടുത്തി കളയുക, എങ്ങനെയും ദൈവ പദ്ധതി നിന്ന് നിന്നെ പാപത്തിലേക്ക് വഴുത്തിവിടുക. ആമേ ശത്രുവാകുന്നവൻ പിൻപിൽ രഹസ്യമായി പോരാടുമ്പോ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ സഭയെ, ദേശമേ സ്തോത്രം, ഹല്ലേലൂയ, ശത്രുവിന്റെ പദ്ധതികളെ ഇന്നതെന്ന് മനസ്സിലാക്കി നീ പ്രാർത്ഥനയിൽ പോരാടി എന്റെ ദൈവത്തിന്റെ അരികിലേക്ക് നീ കടന്നു വരുവാൻ ഇന്ന് രാത്രി
തയ്യാറാണെങ്കിൽ എന്റെ ദൈവം വിടുവിക്കുവാൻ ഈ കൺവെൻഷൻ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ ഈ ദേശത്തിൽ എന്റെ ദൈവം വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി നിന്നെ വിടുവിക്കാൻ നല്ല ദൈവമാണ്. ഹല്ലേലൂയ. ആത്മാവിൽ പറഞ്ഞു വരട്ടെ. സ്വത്രം. രഹസ്യത്തിൽ തന്റെ ജനത്തെ തകർത്ത ആ സാത്താന് എന്റെ ദൈവത്തിന് പരസ്യമായി തകർക്കണം. ഉൽപ്പത്തി തുടങ്ങി മലാക്കി പ്രവചനം വരെ വന്നിട്ടും സാത്താൻ ഒരിടത്തിലുമേ തകരുന്നില്ല. സാത്താന്റെ ശക്തികൾ ഭയങ്കരമായി ശക്തിപ്പെടുന്നു. മത്തായിക്കും ഇടയെ ഒരു ഇരുണ്ട കാലഘട്ടമുണ്ട്. 400 വർഷം മനുഷ്യൻ പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്നു. ഇന്നത്തെ സ്തോത്രം, ഇന്ന് പോയ 2 മാസത്തിന്റെ ദിനത്തന്തി പത്രങ്ങൾ നിങ്ങൾ വായിച്ചാൽ, മനോരമ പത്രങ്ങൾ വായിച്ചാൽ, സ്തോത്രം, ഇന്നത്തെ ലോകം വളരെ മോശമായിരിക്കുന്നു. പണ്ടൊരു കാലത്തെക്കാളും സ്തോത്രം ഇന്നത്തെ കാലഘട്ടം വളരെ ഒരു തകർച്ചയുടെ അനുഭവത്തിൽ പോകുന്നു. ഇടയ്ക്കൊരു വാർത്ത ഇങ്ങനെ കേട്ട്, സ്വന്തം അപ്പന് മകൾ ആരെന്ന് അറിയാൻ കഴിയാത്തൊരു കാലം. അയ്യോ, കാലം വളരെ മോശം. ഞാൻ ആത്മാവിൽ പറയട്ടെ, മനുഷ്യൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്നു. ഹല്ലേലൂയ. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ മനുഷ്യനെ വിടുവിക്കുവാൻ ആരെയും കാണുന്നില്ല. വചനമില്ലാത്തൊരു കാലം, ആലോചനയില്ലാത്തൊരു കാലം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് വചനമുണ്ടെങ്കിലും സ്വത്രം, ഹല്ലേലൂയ, വചനം കേൾക്കുവാൻ അനേകർ വരുന്നില്ല. ഹല്ലേലൂയ. വചനം അനുസരിപ്പാൻ അനേകർ തയ്യാറാകുന്നില്ല. എന്നാൽ എനിക്കൊരു സത്യം നിങ്ങളോട് പറയാനുണ്ട്. ദൈവത്തിന്റെ വചനം ആരേലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അവനെ ഉയർത്തുവാൻ, അവനെ മാനിക്കുവാൻ, അവരെ വിടുവിക്കുവാൻ നാളെയല്ല ഇന്ന് രാത്രി തന്നെ എന്റെ കർത്താവ് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വത്രം അമ്മ ഒരു കത്തോലിക്കക്കാരിയാണ്. സ്വത്രം എൻ്റെ അപ്പൻ സ്വത്രം ഹല്ലേലൂയ ദൈവങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ കഴിയാത്ത ഒരാളാണ്. കത്തോലിക്കയിലെ ദൈവങ്ങളെ കാണുമ്പോൾ ആ ദൈവമാണ് ദൈവമെന്ന് പറയും. ഹിന്ദു ദൈവങ്ങളെ കാണുമ്പോൾ അതാണ് ദൈവമെന്ന് പറയും. എൻ്റെ അപ്പന് കാണുന്നതെല്ലാം ദൈവമായിരുന്നു. എന്നാൽ അവരുടെ 2 പേരുടെ കല്യാണം കത്തോലിക്ക ചർച്ചിൽ വെച്ച് നടന്നു. പ്രൈസലോ. സ്വത്രം അപ്പന്റെ ദൈവമായ 330 കോടി ദൈവങ്ങളെ അപ്പൻ വിളിക്കുന്നു. എന്നാൽ സ്തോത്രം എൻ്റെ അമ്മ കത്തോലിക ദൈവങ്ങളായ ദൈവങ്ങളെ വിളിച്ചോട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നോക്കണമേ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞ് 2 പേരും 2 ദൈവത്തെ ആരാധിച്ച് അവർ മുന്നോട്ടിങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ് സത്യദൈവമെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു ദിവസം യേശു കർത്താവ് സത്യദൈവമെന്ന് എൻ്റെ അപ്പനും അമ്മയും തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇവിടെ ആയിരിക്കുന്ന ഷമ്മൽ പാസിന് എന്റെ കുടുംബത്തെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്റെ അപ്പൻ ഭയങ്കര ഒരു ചാരായ കുടിക്കാരനായിരുന്നു. എല്ലാ ദിവസവും ജോലി ചെയ്യും. എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ചാരായം കുടിച്ച് സ്തോത്രം ഹല്ലേലൂയ നടക്കുവാൻ കഴിയാതെ തറയിൽ വീഴുന്നും എഴുന്നേറ്റും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കടന്നു വരാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല. ഭക്ഷണം ഉണ്ടാക്കിയിട്ടും തിന്നുവാൻ പറ്റുന്നില്ല. അത്രയും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം. എന്നാൽ വിളിച്ചു പറയട്ടെ, ഞാൻ ഇന്ന് രാത്രികാലം പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ അപ്പനും അമ്മയും ഒരു ദിവസം കണ്ടുമുട്ടി. ഹല്ലേലൂയ. ആ ദൈവത്തെ കണ്ടുമുട്ടിയ ആ ദിവസം തുടങ്ങി ഇന്നേ വരെ എൻ്റെ അപ്പൻ മദ്യപാനം ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അപ്പനെ സ്വത്രം എൻ്റെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് രാത്രിയും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ആ ദൈവത്തെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ തകർക്കപ്പെട്ട ഒരു അനുഭവത്തിലായിരുന്നു. ചെറിയ ഒരു ഓല വീട്ടിലായിരുന്നു. സ്തോത്രം. നാട്ടുകാരെല്ലാം പറഞ്ഞത് ഇങ്ങനെയാ, നീ എൻ്റെ അപ്പൻ കുടിയനായതുകൊണ്ട്. എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. സ്വത്രം 3 സഹോദരങ്ങളുണ്ട്. അപ്പയ്ക്ക് ഞങ്ങൾ 4 മക്കള്. നാട്ടുകാരെല്ലാം പറഞ്ഞു, സ്വന്തക്കാരെല്ലാം പറഞ്ഞു, സ്വത്ര കൂട്ടുകാരെല്ലാം പറഞ്ഞു, എടാ നിന്റെ പപ്പ കുടിയനായതുകൊണ്ട് നിങ്ങളെല്ലാം കുടികാരന്മാരായിട്ട് മാറ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ അപ്പൻ കുടികാരനായിരുന്നത് ശരിയാ. എന്നാൽ എൻ്റെ അപ്പൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ അപ്പൻ സ്വത്രം അറിഞ്ഞ യേശു കർത്താവ് അപ്പന്റെ മക്കളായ 4 പേരെയോ സുവിശേഷ വേലക്കാരായി മാറ്റി. ഞങ്ങളാരും തകർന്നു പോയില്ല, ഞങ്ങളാരും മദ്യപാനികളായിട്ടില്ല, ഞങ്ങളാരും ഈ ലോകത്തിന്റെ ഇഷ്ടത്തിലോട്ട് തിരിഞ്ഞില്ല. ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ ഇഷ്ടത്തിലേക്ക് നടത്തുക, യേശുവിന്റെ ഇഷ്ടം ചെയ്യുക ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രി ഈ ശബ്ദ സീമയ്ക്കകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ചില വ്യക്തികളെ, ഏതോ ചില ചെറുപ്പക്കാരെ, ഏതോ ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി വിടുവിക്കാൻ എന്റെ യേശു നീ ഇരിക്കുന്ന സ്ഥലത്തിൽ ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ എൻ്റെ അപ്പൻ അറിഞ്ഞതുകൊണ്ട് എനിക്കറിവാൻ പറ്റി.
ഞാൻ പറയട്ടെ, ഈ യേശുവിനെ എൻ്റെ 5ാം സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കൃത്യമായി എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. മറു സൈഡിൽ സ്വത്രം കിട്ടുന്ന സമയമെല്ലാം ദൈവത്തോട് വളരെ ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സ്വത്രം ബൈബിൾ വായനയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ദൈവം ആരെന്ന് എന്നെ മനസ്സിലാക്കിപ്പിച്ചു തന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തെ സ്തോത്രം പല രാജ്യത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവത്തെ ഞാൻ പോയ ഒരു രാജ്യത്തിലും കണ്ടില്ല. എല്ലാ രാജ്യത്തിലും എൻ്റെ ദൈവം വലിയ ദൈവമായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, സ്തോത്രം, എൻ്റെ ദൈവം ഇന്ന് രാത്രി വലിയവനാണ്. ഈ കൺവെൻഷൻ വേദിയിൽ വലിയവനായ ദൈവം വന്നിട്ടുണ്ട്. അവൻ നിന്റെ വിഷയത്തെ ഇന്ന് രാത്രികാലം പരിഹരിക്ക്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് വിടുതൽ തര്. ഇന്ന് രാത്രി നിനക്ക് വിടുതലുണ്ട്. ദൈവത്തിന്റെ പൈതലെ, ഈ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഹസ്ബൻഡ് മദ്യപാനിയാണോ? നിന്റെ തലമുറ മദ്യപാനത്തിനും മയക്കുമരുന്നിനും സ്തോത്രം ലോക ഇൻപത്തിനും അടിമപ്പെട്ടിരിക്കുകയാണോ? പാരപ്പെട്ടു പോകരുത്. ഈ ശബ്ദത്തിന്റെ പരിധിയിലിருந்து നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ ഹസ്ബൻഡിനെ വിടുവിക്കുക, നിന്റെ തലമുറയെ വിടുവിക്കുക, നിന്റെ കുടുംബത്തെ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് കരകയറ്റുക. ഞാൻ പ്രസംഗിക്കുന്ന യേശു നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്തിൽ ഇന്ന് രാത്രി വിടുവിക്കുക. അവൻ ഇറങ്ങി വരികയാണ്. ആരെയൊക്കെയോ ഈ ദേശത്തിന്റെ നടുവിൽ കർത്താവ് കാണുന്നു. ആരെയൊക്കെയോ എന്റെ ദൈവം ഇന്ന് രാത്രി കാലം വിടുവിക്കുന്നു. ആരെയൊക്കെയോ സ്തോത്രം ഈ ലൈവിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം വിടുവിക്കുകയാണ്. വേഗത്തിൽ കടന്നു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അങ്ങനെ എൻ്റെ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഞാൻ കണ്ടിന്യൂ ചെയ്തു. എനിക്കൊരു കാര്യം മനസ്സിലായി, യേശുവിനെ പോലെ ഒരു ദൈവം ഈ ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കർത്താവ് എന്നെ വളരെ ശക്തമായി എന്നെ ഉയർത്തി, എന്നെ മാനിച്ചു, എന്നെ വളർത്തി. ആമേൻ. സ്തോത്രം. ആരെ കൊണ്ടും സ്തോത്രം തകർക്കാൻ കഴിയാത്ത നിലയിൽ യേശുവിനെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് എന്നെ മാനിച്ചു തുടങ്ങി. ഇന്ന് രാത്രികാലം ദൈവത്തിനെ ആമേൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വചനമെടുത്ത ദൈവമക്കളെ, നീ നിന്റെ ദേശത്തിൽ നിന്റെ കുടുംബത്തിൽ തകരുവാൻ ദൈവം നിന്നെ ഒരിക്കലും സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ. മത്തായിക്കും മലായിക്കും ഇടയാകനെ മനുഷ്യൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്നു. ആമേ സ്വത്രം. ദൈവത്തിന്റെ വചനമില്ലാത്തൊരു കാലം, ആലോചനയില്ലാത്ത ഈ കാലഘട്ടത്തിൽ ആമേ സ്വത്രം മത്തായി സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം തുടങ്ങി താപ്പോട്ടെല്ലാം വായിച്ചു വരുമ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിൽ ജനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രം എന്റെ പ്രസംഗത്തിൽ കൂടെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. യേശു കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചു. ആമേൻ. യേശു കർത്താവ് ജനിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ സാത്താന്റെ ശക്തികൾ ഭയങ്കരമായി സ്വത്രം യേശുവിന്റെ ശക്തിക്ക് വിരോധമായി എഴുന്നേറ്റ് തുടങ്ങി. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കണമേ. സ്വത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു. ഹേരോദ് രാജാവ് പറയുകയാണ്, സ്വത്രം. ഹല്ലേലൂയ, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് ചോദിക്കുക. 2-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ ഹേരോദ് രാജാവ് കൽപ്പനയിടുന്നു. വേറെ ഒന്നുമല്ല, യേശു കർത്താവ് ജനിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ആ രാജ്യത്തിലെ, ആ ദേശത്തിലെ രാജാവ് പോലെ യേശുവിന് വിരോധമായി എഴുന്നേറ്റു. ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. ഒരു വ്യക്തി എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ, ഒരു കുടുംബം എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ സ്തോത്രം, ശത്രുവിന്റെ ശക്തികൾ അവനെ എങ്ങനെയും തകർത്ത് കളയുവാൻ അതിശക്തമായി പ്രവർത്തിക്കാറുണ്ട്. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് പറയട്ടെ, ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിയുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്നെ തകർത്ത് കളയുവാൻ ദേശത്ത് നീ എത്ര വലിയ ശക്തി എഴുന്നേറ്റാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശുവിനെ ആർക്കും തകർക്കാൻ പറ്റിയില്ല. അതേ സമയത്തിൽ തന്നെ യാത്രയാമം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മോശ ജനിച്ചപ്പോൾ മോശയുടെ കാലഘട്ടത്തിൽ മോശയെ തകർത്ത് കളയുവാൻ പറവോൻ രാജാവ് ഒരു കൽപ്പനയിട്ടു. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. ആമേൻ സ്തോത്രം. രാജാവ് കൽപ്പനയിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എന്താ അപ്പോൾ അവിടെ സംഭവിച്ചത്? മോശ ജനിച്ച അന്ന് ജനിച്ച പലര് കഴുത്തറ്റവരായി, സ്തോത്രം, ഹല്ലേലൂയ, നൈ
നദിയിൽ മരിച്ചൊതുങ്ങുമ്പോൾ മോശയ്ക്ക് ഒന്നുമേ സംഭവിക്കുന്നില്ല. മോശ അന്ന് ജനിച്ച പലര് സ്തോത്രമല്ലെ കിടപ്പിലായപ്പോൾ മോശയ്ക്കൊന്നും സംഭവിച്ചിരുന്നില്ല. മോശ അന്ന് ജനിച്ച പലര് സ്തോത്രം ഇസ്രായേലിൽ തകർന്നു പോയപ്പോൾ മോശയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. ഒന്നേ ഉള്ള കാര്യം, മോശയെ കുറിച്ച് എന്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അവനെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പൈതല്, നിന്റെ ജനനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ദൈവം നിന്നെ വിളിച്ചതിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് രാത്രി നർച്ചരി മീറ്റിംഗിൽ രണ്ടാമത്തെ രാത്രി ഈ ഗ്രൗണ്ടിൽ നീ കൂടിയിരിക്കുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. വെറുതെയല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നീ സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ദൈവത്തിന് പദ്ധതിയുള്ള നിന്നെ തകർക്കുവാൻ ശത്രുവിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. നോക്കണമേ, മോശയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയെ ആർക്കും തകർക്കാൻ പറ്റിയതേ ഇല്ല. ഹല്ലേലൂയ. എന്നാണ് സംഭവിച്ചത്? മോശയുടെ അമ്മ ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി, കീലും സ്തോത്രം അതിന്റെ അകത്ത് അവനെ കിടത്തി, കീലും പശയും തേച്ച് സ്തോത്രം ഹല്ലേലൂയ നൈൽ നദിയിൽ ഞാങ്ങടെ ഇടയിൽ ഒളിപ്പിച്ച് കിടത്തി. ഹല്ലേലൂയ. ഫറവോന്റെ പുത്രി കുളിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ഞാങ്ങണപ്പെട്ടി, ഞാങ്ങടെ ഇടയിൽ കിടക്കുന്ന ഞാങ്ങണപ്പെട്ടി എന്താ എന്നറിയുവാൻ അതിന്റെ അരികിൽ ചൊല്ലുകയും സ്തോത്രം ഹല്ലേലൂയ ആ ഞാങ്ങണപ്പെട്ടിയെ തുറന്നു നോക്കുമ്പോൾ കരയുന്ന നല്ല ക്ലാരിറ്റി ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺ തലമുറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാ മനസ്സിലാക്കണമേ, സ്തോത്രം ഹല്ലേലൂയ. സാധാരണ നിലയിൽ കൽപ്പന ഇതാണ്, 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മോശയെ ഫറവോന്റെ പുത്രി എടുത്ത് നൈൽ നദിയിൽ എറിഞ്ഞു കളയുന്നില്ല. അവൾ നേരെ എടുത്തുകൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകുക. 1 തുടങ്ങി 40 വരെയുള്ള വയസ്സ് വരെയും മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് പഠിച്ച് ഒരു വില്ലാളിയായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. 40 തുടങ്ങി 80 വരെയുള്ള വയസ്സ് വരെയും സ്തോത്രം ഹല്ലേലൂയ മോശ സ്തോത്രം അമ്മായപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നു. 80 തുടങ്ങി 120 വരെയുള്ള വയസ്സ് വരെയും ഇസ്രായേൽ ജനത്തോട് അഭിഷക്തനായ മോശ കഷ്ടം സഹിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ പറഞ്ഞു വരട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറവാനുണ്ടെങ്കിലും എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാ. പ്രൈസ് ദി ലോർഡ്. മോശയെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് മോശ തകർന്നു പോയില്ല. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ, കോവിഡ് വന്ന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എന്ന് ഈ ലോകത്തോട് വിട പറയേണ്ടതായിരുന്നു. എന്താ ഞാനും നിങ്ങളൊന്നും മരിച്ചു പോകാത്ത? സ്വത്രം ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ നിങ്ങളെ കുറിച്ച് തീർന്നിട്ടില്ല. ഈ സ്വത്രമല്ലേ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പ്രിയ ബ്രദറെ നോക്കി പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്ന, കർണാടി മേലെ വച്ചിരിക്കുന്ന അങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, എന്നെ നിങ്ങൾ തകർന്നു പോകേണ്ടതായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ട് ഇന്നും തകർന്നു പോകാതെ നിങ്ങൾ ഇരിക്കുകയാങ്ങളെ. നിങ്ങളെ തകർത്ത് കളയുവാൻ ഭയങ്കര വെല്ലുവിളികൾ ശത്രു നിന്റെ കുടുംബത്തിന് നേരെ ശക്തമായി എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ ഉള്ള കാലം വരെ ഒരു ആഭിചാര ശക്തി നിന്നെ ഫലിക്കത്തില്ല. ആമേൻ. ഒരു ലക്ഷണങ്ങളും നിന്നെ ഏൽക്കത്തില്ല. ഇന്ന് രാത്രി സ്തോത്രം നിങ്ങൾ ഇവിടെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്തുള്ള അസാധാരണമായ വിടുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ടെങ്കിലേ. ഹല്ലേലൂയ. ആങ്ങളെ കുറിച്ച് മാത്രമല്ല, ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ കുടുംബങ്ങളെ കുറിച്ചും ഓരോ തലമുറകളെ കുറിച്ച് ഈ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെ കുറിച്ചും ആമേ സ്തോത്രം ഹല്ലേലൂയ. ഈ ദേശത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് എന്റെ ദൈവത്തിന് ഒരു വലിയ ദൈവ പദ്ധതി ഉണ്ട്. ദൈവ പദ്ധതി ഉള്ള നിന്നെ തകർക്കുക ലോകശക്തിക്ക് കഴിയുകയില്ല. ദൈവത്തിന്റെ പദ്ധതിയുള്ള നിന്നെ തകർത്ത് കളയുക മന്ത്രശക്തികൾക്ക് കഴിയുകയില്ല. ദൈവത്തിന്റെ പദ്ധതിയുള്ള നിന്നെ തകർത്ത് കളയുക ശുദ്ധിര ശക്തികൾക്ക് കഴിയുകയില്ല. ഇന്ന് രാത്രികാലം ദൈവ പദ്ധതിയുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്നെ തകർത്ത് കളയുവാൻ പിൻപിൽ ശത്രുവാകുന്നവർ ഇന്ന് രാത്രി ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നീ മൗനമായി ഇരിക്കരുത്. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാടുമെങ്കിൽ, ദൈവകൃപയിൽ സ്വത്രം എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തയ്യാറാകുമെങ്കിൽ, നിന്നെ തകർത്ത് കളയുവാൻ പോരാടുന്ന ദൈവ പദ്ധതിയിൽ നിന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ ഈ കൺവെൻഷൻ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി എന്റെ ദൈവം തകർത്ത് കളഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവത്തിന്റെ ജനമേ നിന്നെ ദൈവം നടത്താൻ പോകയാ.
ഉരാമാന ശാന്താരഗത വൈഡാമനയ ചൂടാമാന ഹർത്താരഗത ശംഭ ഈഗൽ കമന രഗത ശബ്ദല വൈഡബലന്തല വൈഡബ ചൂടബലന്തല വൈഡബ രഗതന വൈഷബലന്തല ഘടക. ദൈവത്തിന്റെ വലിയ വിടുതൽ ഇതിന്റെ അകത്ത് ശക്തിയായി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയുള്ള മോശയെ ആർക്കും തകർക്കുവാനേ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് പറയുന്നു എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്? സ്വത്രം എൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് എത്ര പേര് പറയുന്നു? എൻ്റെ തലമുറയെക്കുറിച്ച് എത്ര പേര് പറയുന്നു ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്? ദൈവത്തിന്റെ പൈതൽ ഈ കൺവെൻഷൻ നടത്തുന്നതിനെല്ലാം ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. നോക്കണമേ, സ്വത്രം മോശയും തകർക്കാൻ പറ്റില്ല. അതേ സെയിം ടൈമിൽ യേശുവിനെയും ആർക്കും തകർക്കാൻ പറ്റിയതേയില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മെ പോലെ ജനിച്ചു, വളർന്നു, ആശാരിപ്പണിയെല്ലാം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പിതാവിന്റെ പദ്ധതി പ്രകാരം 3.5 വർഷം അതിശക്തമായി യേശു കർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, നാമൻ ദൈവത്താൽ പിതാവിനാൽ ഉപയോഗിക്കപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ മിനിസ്ട്രിയുടെ കാലഘട്ടത്തിൽ യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ വിടുതൽ നടക്കും. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ യോഗത്തിന്റെ 2ാമത്തെ രാത്രികാലവും യേശുവിന്റെ വാക്ക് ലാവണ്യമുള്ളതാണ്. സ്വത്രം. ഹല്ലേലൂയ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആമേൻ, നാം സൗഖ്യമാകും. നമുക്ക് അടഞ്ഞ വാതിൽ നമ്മുടെ മുന്നേ തുറന്നു വരും. ആമേൻ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി, അസാധ്യതകൾ സാധ്യമാകും. എത്ര വർഷം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത വിഷയം യേശു ഒരു വാക്ക് പറഞ്ഞ് ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കണമേ, സ്വത്രം, യേശുവിന്റെ ശുശ്രൂഷ സമയത്തിൽ യേശു കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ 1-2 കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൂചിപ്പിക്കുന്നത് കൊണ്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ. ലൂക്കോസിലെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിലെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം. നോക്കണമേ, സ്വത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതിയായ ഇവളെ 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ചു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഒരു ശബത്തിൽ അവളെ വിടുവിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാധാരണ നിലയിൽ അബ്രഹാം എന്ന് കേൾക്കുമ്പോൾ തന്നെ സാത്താന്റെ മുട്ടുകൾ വിറയ്ക്കേണ്ടതായിരുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അബ്രഹാം എന്ന് കേൾക്കുമ്പോൾ തന്നെ സാത്താന്റെ മുട്ടുകൾ വിറയ്ക്കേണ്ടതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സന്തതിയായ അബ്രഹാമിന്റെ സന്തതിയെ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നോക്കണമേ, യേശു കർത്താവ് അതിന്റെ 10-ാമത്തെ വാക്യമൊക്കെ വായിച്ചു വരുമ്പോ ഒരു പള്ളിയിൽ യേശു ഉപദേശിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ 10,000 പേർ കൂടിയിരിക്കുകയാണ്. സ്വത്രം. 10,000 പേർ കൂടിയിരിക്കുന്നു. ഹല്ലേലൂയ. കൂടിയിരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ആ പള്ളിയിൽ നിന്ന് ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, നിങ്ങൾ അപ്പോസ്തലന്റെ ഉപദേശം അനുസരിക്കണം, നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം, സ്വത്രം, നിങ്ങൾ അപ്പം നുറുക്ക് അനുഭവിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നെല്ലാം യേശു കർത്താവ് ഇങ്ങനെ ഉപദേശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വത്രം, ഹല്ലേലൂയ, മുടന്തർ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. സ്വത്രം. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുരുടർ കാണുന്നുണ്ട്. യേശു കർത്താവ് അങ്ങനെ പറയുമ്പോൾ ചപ്പാണികൾ എഴുന്നേറ്റ് നടന്നു പോകുന്നുണ്ട്. ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കുന്നു. എന്നാൽ ആ മീറ്റിംഗിൽ 18 സംവത്സരമായിട്ട് ഒരു കൂനിയായ സ്ത്രീ, സ്തോത്രം, ഹല്ലേലൂയ, ദേവാലയത്തിൽ കടന്നു വരാറുണ്ട്. 18 വർഷവും അവൾ വേദപുസ്തകത്തെ മാർവോട് ചേർത്ത് പിടിച്ച് അവൾ കൂനി 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 ദേവാലയത്തിൽ വരാറുണ്ട്. ഹല്ലേലൂയ. വരുമ്പോഴെല്ലാം ആൾക്കാരും നാട്ടുകാരും കൂട്ടുകാരും സ്വന്തക്കാരെല്ലാം അവളെ നോക്കി ചോദിക്കുന്നുണ്ട്, 18 സംവത്സരമായി നീ ദൈവത്തെ ആരാധിക്കയില്ലേ? എന്താ നിന്റെ ദൈവം നിന്നെ വിടുവിക്കാത്തെ? എന്താ നിന്റെ ദൈവത്തിൽ നിന്നെ വിടുവിക്കാൻ വലിയ ശക്തി ഒന്നുമില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മോടും പലരൊക്കെ ചോദിച്ചു കാണാം, ഇത്രയും വർഷമായിട്ട് നീ പെന്തക്കോസ്ത് സഭയിലൊക്കെ പോകയില്ലേ? നീ യഹോവ രക്ഷണീയ സഭയിൽ പോകയില്ലേ? എന്താ നിന്റെ ദൈവത്തെ വിടുവിക്കാത്ത കാര്യം? എന്താ നിന്റെ ദൈവത്തിന് വലിയ വിടുവിക്കാൻ ശക്തി ഒന്നുമില്ലേ? നിന്റെ ദൈവത്തിന് ബലമൊന്നുമില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദൈവത്തിന് കഴിയത്തില്ലേ എന്നൊക്കെ അനേകർ വേണമെങ്കിൽ ചോദിച്ചു കാണാം. ഹല്ലേലൂയ.
എന്നെ മനസ്സിലാക്കണം. ഈ സ്വത്ര കൂനിയായ സ്ത്രീയോടും അനേകർ അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ അവൾ സകല നിന്ദകളെയും ഏറ്റുകൊണ്ട് ഒരു വാക്കുകൾക്ക് പോലും തിരിച്ച് ആൻസർ ചെയ്യാതെ മബുനമായി ആലയത്തിൽ സ്തോത്രം അവൾ കൂനി അവൾ ദേവാലയത്തിൽ പോയി ഏറ്റവും പിന്നാലെ ഉള്ള ചെയറിൽ അവൾ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, യേശുവേ, എന്നെ ഇന്ന് രാത്രി കാണണമേ. എൻ്റെ വിഷയം ഇതാണ് യേശുപ്പച്ച. എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് ഇന്ന് എനിക്കൊരു പരിഹാരം തരണമേ എന്ന് അവൾ സ്വത്രം ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, 10,000 ഇരിക്കുമ്പോഴും യേശു കർത്താവ് ഈ 18 സംവത്സരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കൂനിയായ സ്ത്രീയെ യേശു കണ്ടു. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ യോഗത്തിന്റെ 2ാമത്തെ രാത്രികാലം ഞാൻ ഇപ്രകാരം പറയട്ടെ. എന്നെ ആരും കാണുന്നില്ലേ? എൻ്റെ വിഷയം ആരും അറിയുന്നില്ലേ? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു വിടുതലില്ലേ? എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യ്. അവൻ എനിക്ക് ഇന്നെങ്കിലും ഒരു വിടുതൽ കിട്ടുമോ? ഇന്ന് രാത്രിയെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമോ? ഇന്ന് രാത്രിയെങ്കിലും എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുമോ? ഇന്ന് രാത്രിയെങ്കിലും എന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമോ എന്ന ആശയോട്, ചോദ്യത്തോട്, കരച്ചിലോട്, കണ്ണുനീരോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കുവാൻ ഇന്ന് രാത്രി എന്റെ കർത്താവ് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ സ്തോത്രം, ഈ ഗ്രൗണ്ടിൽ കരയുന്ന ചില മാതാപിതാക്കളെ ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ ഒരു വലിയ ദൈവം, നിന്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ ശക്തിയുള്ള ദൈവം, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ ചെയ്യുവാൻ ഇന്ന് രാത്രി എന്റെ കർത്താവ് ഈ കൺവെൻഷൻ യോഗത്തിൽ വന്നിട്ടുണ്ട്. അവന്റെ കൃപ ഇതിന്റെ അകത്ത് ശക്തിയായി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ആമേൻ. അവൾ കരയുമ്പോൾ എല്ലാവരും സ്തോത്രം, അവൾ മിണ്ടാതിരുന്നു, വാസ്തോത്രം അവൾ പിന്നാലെ ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. യേശുവേ, എന്നെ ഒന്ന് കാണണമേ. 18 സംവത്സരമായി അവളെ ആരും കണ്ടില്ല. എന്നാൽ 18ാമത്തെ സംവത്സരത്തിൽ യേശു കർത്താവ് 10,000 ഇരിക്കുമ്പോഴും ഹല്ലേലൂയ അവളെ യേശു കർത്താവ് കണ്ടു. ഇന്ന് രാത്രികാലം ആരെയൊക്കെയോ എൻ്റെ ദൈവം ഈ മീറ്റിങ്ങിൽ കാണുകയാണ്. ആരുടെയൊക്കെയോ വിഷയത്തെ യേശു കർത്താവ് കാണുന്നു. ഒരു വിടുതലിന് വേണ്ടി കാത്തു കൊതിച്ച്, അയ്യോ സ്തോത്രം, ഹല്ലേലൂയ, പല വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത നിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി ഒരു വിടുതൽ ദൈവം തരാൻ വേണ്ടി പോകുക. എനിക്കറിയത്തില്ല, ഈ ക്യാമസ്തോത്ര ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഏതോ ചില മാതാപിതാക്കളുടെ കണ്ണുനീര് ആമസ്തോത്ര എൻ്റെ ദൈവം ഇന്ന് രാത്രികാലം കാണുകയാണ്. ഏതോ ചില സഹോദരിമാരുടെ, സഹോദരന്മാരുടെ, ഏതോ സ്വത്രം മാതാപിതാക്കളുടെ, സ്വത്ര കുഞ്ഞുങ്ങളുടെ, യവനക്കാരുടെ ഈ ശബ്ദത്തിൻ്റെ അകത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ കണ്ണുനീരിനെ, ആരുടെയൊക്കെ പ്രാർത്ഥനയെ, ആരുടെയൊക്കെ ദൈവത്തോടുള്ള നിലവിളികളെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വിടുതലില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ ഇന്ന് രാത്രി യേശു കാണുകയാണ്. ഹല്ലേലൂയ. യേശു ഒന്ന് അവളെ കണ്ടു, 2 സ്വത്ര അരികയിൽ വിളിച്ചു. യേശു അതിന്റെ ആ വാക്യത്തിൽ ഇങ്ങനെ അധ്യായത്തിൽ പറയുന്നു. ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 13-ാം അധ്യായം അതിന്റെ സ്വത്രം 11-ാമത്തെ വാക്യം തുടങ്ങി വായിക്കാം. അപ്പോൾ 18 വർഷമായി ബലവീനപ്പെടുത്തു ആവിയെ കൊണ്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവൾ ഒട്ടും നിമരുവാൻ കഴിയാത്ത ഒരു സഹോദരിയായിരുന്നു, കൂനിയായിരുന്നാൽ യേശു അവളെ കണ്ടു. നിൽക്കട്ടെ, സ്വത്രം നോക്കണമേ. ഒട്ടും നിമരുവാൻ കഴിയാത്ത ഒരു കൂനിയായ സ്ത്രീയായിരുന്നു. ആരും അവളെ കാണുന്നില്ല. എന്നാൽ സ്വത്രം 18ാമത്തെ സംവത്സരം ആ ദേവാലയത്തിൽ യേശു അവളെ കണ്ടു. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വലിയ മഹാ കൺവെൻഷൻ യോഗം ഒരിടത്തിൽ സ്വത്ര കേരളത്തിൽ പണ്ട് എങ്ങാനും നടന്നതിനെ കുറിച്ചാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ആ ചർച്ച് കൺവെൻഷൻ നടത്തുന്ന ചർച്ച് പാസ്റ്ററോടൊന്ന് ചോദിച്ചു, പാസ്റ്റർ, എനിക്ക് ഒരു സ്വത്ര 5 മിനിറ്റ് സാക്ഷി പറയുവാൻ വേണ്ടി സമയം തരണം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവദാസൻ പറഞ്ഞു, തീർച്ചയായിട്ടും കൺവെൻഷന് മുന്നമേ ഉള്ള 5 മിനിറ്റ് നിങ്ങൾക്ക് സാക്ഷി പറയുവാൻ സമയം തരുന്നതായിരിക്കും. ഹല്ലേലൂയ. കൺവെൻഷന് തൊട്ടു മുന്നേ ഉള്ള സമയത്തിൽ ആ സഹോദരൻ സ്റ്റേജിലേക്ക് ഓടി വന്നു. അദ്ദേഹം സാക്ഷി പറയാൻ തുടങ്ങി. സാക്ഷി ഇങ്ങനെയായിരുന്നു, പ്രൈസ് ദി ലോർഡ്, ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, സ്വത്രം. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ കുടുംബമായി വളരെ ഭാരപ്പെടുന്നു. എൻ്റെ അമ്മ ഒരു കൂനിയായ സഹോദരിയാണ്. ഈ കൺവെൻഷൻ മീറ്റിങ്ങിന്റെ ഏറ്റവും പിന്നാലെ അവർ സ്വത്രം ആമേൻ 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 എൻ്റെ സാക്ഷി കേട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. സാക്ഷി പറയുന്ന ഞാനാണെങ്കിലോ സ്വത്രം ഹല്ലേലൂയ, എൻ്റെ ശരീരം മൊത്തം ക്യാൻസർ മുളകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരുന്ന 12 വയസ്സുള്ള ബിൻസി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അങ്കിൾ അങ്കിൾ, നിങ്ങളുടെ ശരീരത്തിലുള്ള ക്യാൻസർ മുളകളെ ഇപ്പോൾ യേശു മാറ്റുകയാണ്. ഹല്ലേലൂയ. ആ പെൺകുട്ടി 12 വയസ്സുകാരി അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ക്യാൻസർ മുളകൾ അങ്ങനെ പൊട്ടി സ്വന്തം രക്തവും വെള്ളവും നീരുമായി പാഞ്ഞിറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരന്റെ അമ്മ കൂനിയായ സ്ത്രീ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ആ ചെയറിൽ നിന്ന് തറയിൽ വീഴുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ചില മിനിറ്റുകൾ കഴിഞ്ഞ് നോക്കുമ്പോൾ കൂനിയായ അമ്മച്ചി സ്തോത്രം കൂനൽ മാറി എഴുന്നേറ്റ് നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ഇപ്രകാരം വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രികാലം ഒരുപക്ഷെ മാറാത്ത രോഗത്താലായിരിക്കും നീ കടന്നു വന്നത്, തീരാത്ത വ്യാധിയായിരിക്കും നിന്നെ പിടിച്ചിരിക്കുന്നത്. എത്ര ഡോക്ടർമാർ നിന്നെ ട്രീറ്റ് ചെയ്തിട്ട് നിനക്ക് സൗഖ്യമില്ലെന്ന് നീ പറയുകയായിരിക്കുക. ഒരുപക്ഷെ നീ ഭരിക്കുന്ന നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആയിരിക്കുക, ഒരുപക്ഷെ കിഡ്നിയുടെ ഏതെങ്കിലും പ്രോബ്ലം ആയിരിക്കുക, ഒരുപക്ഷെ ഏതെങ്കിലും ഷുഗർ വ്യാധിയായിരിക്കുക. നിന്നെ തളർത്തു കളയുന്ന എത്ര വലിയ രോഗമായിക്കോട്ടെ, എന്റെ ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ 18ാമത്തെ സംവത്സരത്തിൽ യേശു കർത്താവ് അവളെ ഒന്ന് കണ്ടു. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ യോഗത്തിന്റെ 2ാമത്തെ രാത്രി ആരൊക്കെയോ ഈ ശബ്ദത്തിന്റെ അകത്തുനിന്ന് വ്യാധിയാല് വിവിധ ഭാരത്താല് ജീവിതം മൊത്തം തകർന്ന് എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് തനിക്കുള്ളതിനെ വിറ്റ് കൊടുത്തിട്ടും ഹല്ലേലൂയ സൗഖ്യമില്ലാതെ ആരൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രികാല ഭാരപ്പെടരുത്. യേശുവിന്റെ അരികിൽ നീ വരികയാണെങ്കിൽ ഇന്ന് രാത്രികാല സൗഖ്യം നിനക്ക് നിശ്ചയമാണ്. ഹല്ലേലൂയ. നോക്കണമേ, സ്വത്രം. ഈ സഹോദരി യേശു അവളെ കണ്ട് അരികിൽ വിളിച്ചു. താപ്പോട്ട് വചനം വായിച്ചാട്ടെ, അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. യേശു അവളെ കണ്ട് അടുത്ത് വിളിച്ചു, സ്ത്രീയെ സ്ത്രീയെ നിന്റെ രോഗബന്ധന അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ യേശു കൈവച്ചു. നോക്കണമേ സ്വത്രം. 18 സംവത്സരമായി അവളെ ശത്രുവാകുന്നവൻ ബന്ധിച്ചിരിക്കുന്നു. 2, ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് അവൾ കൂനിയായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണമേ. സാത്താൻ നിമിത്തം അവളെ വല്ലാത്ത ഒരു രോഗം അവളുടെ മേൽ പിടിപെട്ടു. പ്രൈസ് ദി ലോർഡ്. രോഗം നിമിത്തം അവൾ സ്വത്രം നിമിരാൻ കഴിയാതെ അവൾ കൂനിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആൾക്കാർ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പനി വന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, തല നിവർത്തി ഇരിക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആമേശ്വത്ര. ഇതുപോലെ ആ കൂനിയായ സ്ത്രീ 18 സംവത്സരമായി അവളെ സാത്താൻ ബന്ധിച്ചിരിക്കുന്നത്. സാത്താന്റെ ബന്ധന നിമിത്തം അവളുടെ മേൽ ഒരു രോഗം പിടിപെട്ടു. ഹല്ലേലൂയ. ആ രോഗം നിമിത്തം അവൾ നിമർന്ന് നടന്ന് അവൾ കൂനിയായി മാറി. ഇപ്പോൾ അവളെ വിടുവിക്കുവാൻ ആരുമില്ല. ദേശത്തുള്ളവർ കൈവിട്ടു, സ്വന്തക്കാർ കൈവിട്ടു, വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൈവിട്ടു. ഇവനെ അവളെ വിടുവിപ്പാൻ ലോക മനുഷ്യന് പറ്റുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് ആ ചെയറിൽ പിന്നാലെ ഇരുന്നു കൊണ്ട്, യേശുവേ എന്നെ ഒന്ന് കാണണമേ, യേശുവേ എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണമേ, യേശുവേ എനിക്ക് ഇന്ന് രാത്രി ഒരു സൗഖ്യം തരണമേ എന്നവൾ വല്ലാതെ സ്തോത്രം ദൈവത്തിന്റെ പാദത്തിൽ കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുനീരെ യേശു കർത്താവ് കണ്ടു. യേശു വിളിച്ച ഉടനെ തന്നെ 10,000 പേർ ഇരിക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ അവൾ സ്വത്ര തിങ്ങി ഞെരിങ്ങി ഇങ്ങനെ പോകുക. നാട്ടുകാരെല്ലാം ചോദിക്കുക, ആ മീറ്റിംഗിലിരിക്കുന്ന അനേകർ ചോദിക്കുന്നുണ്ട്, ദേ ഇവളെ യേശു കർത്താവ് കണ്ടു, എന്താ എന്നെ കാണാത്ത? ഹല്ലേലൂയ. എന്താ എന്നെ കാണാത്ത? സ്വത്ര എന്റെ വിഷയത്തിനെ എന്താ യേശു കാണാത്ത? എന്നെ യേശു എന്താ ഫ്രണ്ടിൽ വിളിക്കാത്ത? എന്നെ യേശു എന്താ മുന്നോട്ട് വിളിച്ച് കൈവയ്ക്കാത്ത? എന്താ ഇവളെ മാത്രം
സ്തോത്രം യേശു കർത്താവ് വിളിച്ച് ഞാൻ പറയട്ടെ, അവളുടെ വിഷയം ഏറ്റവും വലുതായിരുന്നു. അവൾ സ്വത്ര സമുദായത്തിൽ തള്ളപ്പെട്ടവളായിരുന്നു. അവൾ സ്വത്ര സമുദായത്തിൽ യേശു നിമിത്തം നിന്ന ഏറ്റവളായിരുന്നു. അവൾ സ്വത്ര സമുദായത്തിൽ സ്വത്ര നിന്ന നിമിത്തം ആമ തലകുനിക്കപ്പെട്ടവളായിരുന്നു, അവമാനപ്പെടുത്തപ്പെട്ടവളായിരുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, സുവിശേഷ നിമിത്തം, എൻ്റെ കർത്താവ് നിമിത്തം, ദൈവത്തിന്റെ വചനത്തിന് എടുത്തതുകൊണ്ട്, യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട്, ആമൻ ദേവാലയത്തിൽ വരുന്നത് കൊണ്ട് നീ എവിടെയെങ്കിലും നിന്ദിക്കപ്പെടുന്നുണ്ടോ? നീ എവിടെയെങ്കിലും തലകുനിക്കപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും നീ അവമാനപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രികാലം ഭാരപ്പെട്ടു പോകരുത്. നീ നിന്ദിക്കുന്ന സ്ഥലത്തിൽ തന്നെ എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ വേണ്ടി പോകുകയാണ്. എവിടെ എൻ്റെ കർത്താവ് തകർന്നോ അവിടെ തന്നെ എൻ്റെ ദൈവം ഉയർത്തപ്പെട്ടതുപോലെ നിന്റെ ദൈവമേ, എൻ്റെ ജനമേ, നീ എവിടെ തകർക്കപ്പെടുന്നു അവിടെ തന്നെ നിന്റെ കുടുംബം മാനിക്കപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. നോക്കണമേ, സ്വത്രം ഇവർ തകർക്കപ്പെട്ടവളായിരിക്കുമ്പോൾ, ആരും സഹായികളെല്ലായിരിക്കുമ്പോൾ യേശു അവൾ അരികിൽ വിളിച്ചു. അവൾ ജനക്കൂട്ടത്തിനിടയുടെ ഞെരുങ്ങി പിതുങ്ങി കരഞ്ഞു വിളിച്ചും കൊണ്ട് വരികയാ. ആമേൻ. അവൾ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശു അവളുടെ മേൽ കരം വെച്ച് ഓൺ ദ സ്പോട്ടിൽ തന്നെ 18 സംവത്സരമായി അവളെ ബന്ധിച്ചിരുന്ന സാത്താന്റെ ബന്ധന ഒരു സെക്കൻഡ് കൊണ്ട് അവളുടെ മേൽ വിട്ട് അവൾ നിന്ന് മാറി. ഇന്ന് രാത്രികാലം ഈ കൺവെൻഷൻ യോഗത്തിൽ പറയട്ടെ, യേശു അവളെ കണ്ട് വിളിച്ച് അവളുടെ മേൽ കരം വെച്ച് ആ സമയത്തിൽ തന്നെ ആമേൻ യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ അവളുടെ മേലുള്ള രോഗം സൗഖ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഈ ഒരു അത്ഭുതമാണോ ചെയ്തത്? അല്ല, യേശു 100 കണക്കിന് അത്ഭുതങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. അവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു കർത്താവ് ലാസറിന്റെ വീട്ടിൽ പോയി. 4 ദിവസമായി നാറ്റം വച്ചിരിക്കുന്ന സ്വത്രം ഒരു വീട്ടിൽ, അല്ലെങ്കിൽ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുകയാണ്. അന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരെല്ലാവരും പറയുന്നുണ്ട്, ഇനി ലാസർ ഉയർക്കത്തില്ല. എന്നാൽ യേശു കർത്താവ് 4ാമത്തെ ദിവസം ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് കടന്നുപോയിട്ട് പറഞ്ഞു, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. ലാസറിന്റെ സഹോദരി പറയുക, യേശുവേ, ഇപ്പൊ നാറ്റം വയ്ക്കുമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയം 4 ദിവസമായി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, 4 വർഷമായി നീ പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ഇല്ല 40 വർഷമായി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. എന്തായിക്കോട്ടെ, എൻ്റെ ദൈവത്തിന് വർഷം ഒരു വിഷയമല്ല. ആമേൻ, സ്തോത്രം. യേശു കർത്താവിനെ നീ വിശ്വസിക്കുന്നതാണ് വലിയ കാര്യം. ഹല്ലേലൂയ. യേശു കർത്താവ് 4ാമത്തെ ദിവസം ആ വീട്ടിൽ ചെന്നിട്ട് കല്ലു നീക്കുവിനെന്ന് പറയുക മാത്രമല്ല, സ്വത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെ, കല്ലു നീക്കുവിനെന്ന് പറഞ്ഞപ്പോൾ നാറ്റം വയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴും സഹോദരിമാർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അധ്യായം തന്നെ വായിച്ചു വരുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറയുക, നിന്റെ സഹോദരൻ ഇന്ന് ജീവിക്കും. ഹല്ലേലൂയ. ആ സഹോദരിക്ക് അത്രയും വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ആമേൻ, സ്വത്രം. യോഹന്നാൻ സുവിശേഷം വായിക്കേണ്ട 11:25 പറയുന്നു, യേശു പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ മരിച്ചവനെ പോലെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള വലിയ കർത്താവ്, ആമേൻ, സ്തോത്രം, ആ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എങ്ങനെയാ ഉയർപ്പ് നടക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. യേശു ചോദിച്ചു കാണാം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷങ്ങൾ എവിടെ? സ്തോത്രം. മരണത്തെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള കർത്താവ് ആ വേദിയിൽ, സ്തോത്രം, ആ വീട്ടിന്റെ അകത്ത് നിൽക്കുമ്പോൾ, സ്തോത്രം, നാട്ടിലുള്ളവര്, കൂട്ടുകാരും യഹൂദന്മാര്, ആമേൻ, ലാസറിന്റെ സഹോദരിയും, സ്തോത്രം, സ്വന്തക്കാരില്ല, കൂട്ടമായി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നോക്കണമേ, സ്തോത്രം, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നത് എന്ന്, സ്തോത്രം, ആശ്ചര്യപരമായി നോക്കുമ്പോൾ യേശു കല്ലറയുടെ മുൻപിൽ പെയ്ന്നിട്ട് പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. നാറ്റം വെച്ച് 4 ദിവസമായി ഉയർക്കത്തില്ല, ഇനി വിടുതലില്ല, ഇനി ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കണ്ട, ഇനി അത്ഭുതം നടക്കത്തേയില്ല, അസാധ്യമാണ്, ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന വിഷയത്തിന്റെ മുമ്പിൽ യേശു പറയുക, ലാസറേ, പുറത്തു വരിക. ദൈവത്തിന്റെ ജനമേ, നിങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞ ആരെയൊക്കെ നോക്കി, നീ പ്രാർത്ഥിക്കുന്ന വിഷയം വർഷങ്ങളായി പ്രാർത്ഥിച്ചൊരു വിടുതലില്ലാത്തയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം നീ വിശ്വസിക്കാൻ തയ്യാറാകുമോ? നിന്റെ വിഷയത്തിന്റെ അകത്ത് ഈ കൺവെൻഷൻ യോഗം 2ാമത്തെ രാത്രി കഴിഞ്ഞ് ഈ ഗ്രൗണ്ട് വിട്ടു നീ വീട്ടിൽ പോകുമ്പോൾ ഒരു വലിയ വിടുതലുമായി നീ കടന്നു പോകാൻ വേണ്ടി പോകുകയാണ്. നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ വിടുതലുമായി നീ ചുമന്നുകൊണ്ട് പോകാൻ പോകുക. നിന്റെ 4 വർഷത്തെ വിഷയം നിന്റെ 40 വർഷത്തിന്റെ വിഷയമായിക്കോട്ടെ, ഇന്ന് രാത്രി ആ വിഷയത്തിന്, ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി ഒരു വലിയ മറുപടി നിനക്ക് ദൈവം തരാൻ പോകുക.
ലാസർ പുറത്തു വന്നു, ജീവനുള്ളവനായി വന്നു. എന്നാൽ അവൻ്റെ ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, അവനെ ആരാണോ കയറുകൾ കൊണ്ട് ബന്ധിച്ചത് അവർ തന്നെ കെട്ടവിழ்ത്ത് വിടുക. യേശു പറഞ്ഞ ഉടനെ തന്നെ അവർ കെട്ടവിழ்ത്ത് വിട്ടു. ആമേൻ, സ്തോത്രം. ലാസർ നടക്കാൻ തുടങ്ങി, ഓടി ഇതുവരെ കാണാത്തത് അവൻ കണ്ടു. പ്രൈസലോ. ആത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം പറഞ്ഞു, വേഗത്തിൽ കടന്നു പോകട്ടെ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ലാസർ മാത്രമല്ല ഉയർത്തത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ യേശു കർത്താവ് ഒരു ഒരു ബാല്യക്കാരത്തി ഉറക്കത്തിലായിരുന്നു. തമിഴ് ബാലെ എഴുന്നേറ്റ് വരിക എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാർ പടകിൽ പോകുമ്പോൾ കാറ്റും തിരമാലയും വീശുന്നു. ഹല്ലേലൂയ. കാറ്റ് ശാന്തമാകുക, കടലെ അനങ്ങരുത്, മിണ്ടാതെ ഇരിക്ക് എന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ കാറ്റും കടലും എല്ലാം ശാന്തമായി. ഹല്ലേലൂയ. യേശുവിന്റെ ശുശ്രൂഷയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുരുക്കമായിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 40-ാമത്തെ വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ 39, 40 തുടങ്ങി 47 വരെ വായിച്ചു വരുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു ഒരു കല്ലേറ് ദൂരം വാങ്ങിച്ചെന്ന് യേശു കർത്താവ് മുട്ടുകുത്തി യേശു പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് യേശു കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെ വിട്ടിട്ട് യേശു ഒരു ഭാഗത്ത് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സ്വത്രം യേശു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ ശക്തീകരിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി അവനെ ശക്തീകരിച്ചു. അവന്റെ പ്രാർത്ഥന അവൻ അതിശ്രദ്ധയോട് പ്രാണവേദനയിലായി. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അരികിൽ ചെന്നിട്ട് യേശു പറഞ്ഞത് ഇങ്ങനെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ ഓടി വന്ന് യേശുവിനെ കെട്ടിപ്പിടിച്ച് ചുംബനമെല്ലാം കൊടുത്ത് കള്ളന്മാരുടെ കയ്യിൽ അവനെ കാണിപ്പിച്ചു കൊടുക്കുക. നോക്കണമേ, സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാർ, സ്തോത്രം, പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുകയാ. ഹല്ലേലൂയ. നോക്കണമേ, അവൻ യേശു കർത്താവിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. യേശുവിനെ അടിക്കുന്നു. ചുരുക്കമായി പറഞ്ഞു പോകട്ടെ, യേശു തറയിൽ വീഴുന്നു ക്രൂശുമായിട്ട്. യേശു ക്രൂശുമായി എഴുന്നേൽക്കുന്നു. യേശു എഴുന്നേറ്റും വീഴുന്നും എഴുന്നേറ്റും യേശു കർത്താവ് ഇങ്ങനെ കടന്നു പോകുകയാ. ഹല്ലേലൂയ. യേശു കടന്നു പോകുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പടയാളികൾ ചോദിക്കുന്നുണ്ട്, ഹേ സ്തോത്രം, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ ക്രൂശിനെ ചുമക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ടോ? യേശുവിന്റെ ശിഷ്യന്മാർ ആരും മുന്നോട്ട് വരുന്നില്ല. യേശുവിനെ ആദ്യം എൻ്റെ കർത്താവ് 120 പേരെ തിരഞ്ഞെടുത്തു. അതിൽ നിന്നും ക്വാളിറ്റി ഉള്ള ഒരു 70 പേരെ വീണ്ടും യേശു കർത്താവ് തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള 40 പേരെ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു 12 പേരെ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് ഒരു 3 പേരെ വീണ്ടും തിരഞ്ഞെടുത്തു. അവസാനമായി യേശുവിന്റെ മാർബോട് ചേർന്നിരിക്കുന്ന ഒരു യോഹന്നാനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവർ എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ യേശു സ്വത്ര പടയാളികൾ ചോദിക്കുകയാണ്, യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ ആരാലും മുന്നോട്ട് വരുമോ? ഹല്ലേലൂയ. ഒരു ശിഷ്യനും പോകുന്നില്ല. ഒരു ശിഷ്യനും, യേശുവിന്റെ കൂടെ ഉള്ള ഒരു ശിഷ്യൻ അവിടെ പോകുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ സ്വത്രം, ഒരു മനുഷ്യൻ വയലിലേക്ക് അധ്വാനിച്ചിട്ട് ശരീരമെല്ലാം ചെളിയും വിയർപ്പുമായി തലയിൽ അവൻ ഒരു തവർത്ത് കെട്ടിയിട്ടുണ്ട്. അവൻ വിയർത്ത് ഒലിച്ച് സ്തോത്ര ചെളിയുമായിട്ട് അവന്റെ വീട്ടിൽ 10 മണിക്ക് കാപ്പി കുടിക്കാൻ പോകുമ്പോൾ ബലാത്കാരമായി അവനെ പിടിച്ചു നിർത്തി യേശുവിന്റെ ക്രൂശിനെ അവന്റെ തോളിൽ അല്പനേരം വെച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ ശീമോൻ കുറച്ചു നേരം ചുമന്നു. ഹല്ലേലൂയ. അവൻ യേശുവിന്റെ ക്രൂശ് കുറച്ചു നേരം ചുമന്നതുകൊണ്ട് അവന്റെ സന്തതിയായ 2 പേർ അലക്സാണ്ടറും റൂപ്പോസിനെ എന്റെ ദൈവം സമർത്ഥിയായി അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പൈതലെ, നിന്നയുടെ മുൻപിൽ, അവമാനത്തിന്റെ മുൻപിൽ, നിന്നെ തകർക്കുവാൻ നോക്കുന്ന വ്യക്തികളുടെ മുൻപിൽ യേശുവിന്റെ വചനമാകുന്ന ക്രൂശിനെ നീ ചുമക്കുവാൻ, നിന്നയെ ചുമക്കുവാൻ നീ തയ്യാറായ നിന്റെ കുടുംബം നശിച്ചു പോകത്തില്ല. നിന്റെ സന്തതി പരാജയപ്പെടുകയില്ല. ഒരിക്കലും നീ തല കുനിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആരെങ്കിലും യേശുവിന്റെ കഷ്ടതയെ, യേശുവിന്റെ വചനത്തെ ചുമക്കുവാൻ ഇന്ന് രാത്രികാലം തയ്യാറാകുന്നുണ്ടോ? നോക്കണമേ, ചുരുക്കമായി പറഞ്ഞു പോകട്ടെ. യേശുവിനെ സ്വത്രം കൊണ്ടുപോകുന്നു, അടിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. യേശുവിനെ കാൽവരി ക്രൂശിൽ തറയ്ക്കുന്നു. യേശു കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കടന്നപ്പോൾ അന്ന് ഏദൻ തോട്ടത്തിൽ രഹസ്യമായി ആദമിനെയും ഹവ്വയും തകർത്ത അതേ പിശാച് കാൽവരി ക്രൂശിന്റെ മുൻപിൽ വന്നു. ഹല്ലേലൂയ.
തൻ്റെ മക്കളെ രഹസ്യമായി തകർത്ത ആ സാത്താന് എൻ്റെ ദൈവം പരസ്യ കോലമായി തകർത്തു. ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, കാൽവരി ക്രൂശിൽ കൂടെ സാത്താൻ്റെ തലയെ രഹസ്യമായിട്ടല്ല പരസ്യമായി തകർത്തെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ ജനമേ, നിന്നെ രഹസ്യമായി തകർത്തു കളയുക. തന്ത്രങ്ങൾ മെടയുന്ന ശത്രുവിൻ്റെ പദ്ധതിയുടെ മുൻപിൽ ഇന്ന് രാത്രി നീ സ്തോത്രം ചെയ്ത് ഈ രാത്രി പ്രാർത്ഥിച്ചു കൊള്ളുക. നിന്നെ രഹസ്യമായി തകർത്തു കളയാൻ നോക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവം ഇന്ന് രാത്രികാല പരസ്യ കോലമായി തകർക്കാൻ വേണ്ടി പോകുകയാ. പോരാ. ഹല്ലേലൂയ. നോക്കണമേ, സ്വത്രം. യേശു കർത്താവിനെ സ്വത്രം ആർക്കും തകർക്കാൻ പറ്റുന്നില്ല. സാത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. യേശു കർത്താവ് സ്വത്രം കല്ലറിൽ അടക്കപ്പെട്ടു. മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ഏറെക്കുറെ 40 ദിവസം അവിടെയാ ശിഷ്യന്മാർക്ക് യേശു കർത്താവ് പ്രത്യക്ഷനായി. സ്വത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് സ്വത്രം സ്വർഗ്ഗാരോപണം ചെയ്തു. യേശു കർത്താവ് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഞാൻ സ്വത്രം പോയിട്ടൊരു സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ വന്ന് ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ പ്രസംഗത്തെ ഞാൻ സ്വത്രം ഹല്ലേലൂയ ഇവിടെ കൺക്ലൂഷൻ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. നോക്കണമേ, യേശുവിൻ്റെ വാക്ക് ലാവണ്യമുള്ളതാണ്. ഇന്ന് രാത്രികാലം യേശുവിൻ്റെ വാക്ക് കേട്ട് ജനം ആശ്ചര്യപ്പെട്ടു, ഇവൻ യോസഫിൻ്റെ മകനല്ലയോ? ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു സ്വത്രം വേഗത്തിൽ തന്നെ വരും. അവൻ വരുമ്പോൾ സ്വത്രം നീ മീറ്റിംഗിൽ ഇരിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എത്ര ദൈവമക്കൾ ഈ ദേശത്ത് നിന്ന് കടന്നു പോകുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് കടന്നു പോകുമെന്ന് പറയുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മുഖ്യപ്പോൾ എല്ലാവരും കടന്നു പോകും, സ്വത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പറയട്ടെ, സ്വത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് വരുമ്പോൾ നാം എല്ലാം പോകണമെങ്കിൽ ഒന്ന്, നാം രക്ഷിക്കപ്പെട്ടിരിക്കണം. 2, നാം സ്നാനപ്പെട്ട് വിശുദ്ധിയോട് ജീവിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നാം പോകുവാൻ കഴിയും. സ്വത്രം. നാം രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാതെ കർത്താവായ യേശുവിൻ്റെ സ്വത്രം വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തെ ആരാധിക്കാതെ ഇരുന്നാൽ ഒരു കാരണവശാലും നാം പോകുകയില്ല. ഇന്ന് രാത്രികാലം ഞാൻ മടങ്ങി വരട്ടെ. യേശു കർത്താവ് വരുമ്പോൾ എനിക്ക് പോകണം. ജീവിതം പാപം കൊണ്ട് എൻ്റെ ഞാൻ തകർക്കപ്പെട്ടവനായി, ഞാൻ ഉടയ്ക്കപ്പെട്ടവനായി ഇന്ന് രാത്രികാലം ഈ സ്റ്റേജിൽ, ഈ ഗ്രൗണ്ടിൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അവരിന്ന് കരമുയർത്തിയാട്ടെ. നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഉറക്കെ ഒന്ന് ഉയർത്തിയാട്ടെ. ചിലർ കരമുയർത്തുന്നത് ഞാൻ കണ്ടു. നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വിഷയത്തിൽ ചില വിഷയങ്ങൾ വിടുതലുണ്ട്, ചില വിഷയങ്ങൾക്ക് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വിടുതൽ കിട്ടുന്നില്ല. ദൈവമേ, ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. നിന്റെ വാക്ക് ഇന്ന് രാത്രി എന്നോട് ഒരു വാക്ക് സംസാരിക്കണം എന്ന് എത്ര പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്? അവരൊന്ന് കരമുയർത്തിയാട്ടെ. എന്നോടൊരു വാക്ക് ഇന്ന് രാത്രി സംസാരിക്കണമേ, എനിക്കൊരു വിടുതൽ ഇന്ന് രാത്രി തരണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ തരണമെന്ന് ആഗ്രഹിക്കുന്നവർ, കരമുയർത്തിയവർ ആ സ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ വാക്ക് ലാവണ്യമുള്ളത്. അനേകർ ഈ മീറ്റിംഗ് മിക്കപ്പോൾ എല്ലാവരും കരമുയർത്തി ഞാൻ കണ്ടു. ഇന്ന് രാത്രികാലം കരമുയർത്തി എല്ലാവരും ആ കരസ്ഥലത്തിൽ എഴുന്നേറ്റ് നിന്ന്, കരമുയർത്തിയവരും അല്ലാത്തവരും എല്ലാവരും ആ സ്ഥലത്തിൽ എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകൾ പ്രാർത്ഥനയെ ജാഗരിച്ചാട്ടെ. യേശുവിന്റെ വാക്ക് ലാവണ്യമുള്ള വാക്കാണ്. അവന്റെ വാക്ക് കേട്ട് ജനം ആശ്ചര്യപ്പെട്ടു. ഇന്ന് രാത്രികാലം സ്തോത്ര തകർന്ന മനസ്സോടെ, ഉടയുന്ന ഹല്ലേലൂയ വിഷയത്തോട്, വേദനിക്കുന്ന ഹൃദയത്തോട്, ചഞ്ചലപ്പെടുന്ന മനസ്സോട്, അയ്യോ ഞാൻ നാളെ എന്തായിത്തീരും എൻ്റെ ജീവിതം, അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ട് യേശുവേ എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ലല്ലോ, ഇന്ന് രാത്രി എൻ്റെ ദൈവമേ എന്നോട് ഒരു വാക്ക് പറയണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് എത്ര പേര് കരയുന്നു, എത്ര പേര് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു വലിയ വിടുതൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പകരുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു വളരെ ചഞ്ചല അനുഭവത്തോട്, ഹല്ലേലൂയ സ്തോത്രം, ദൈവമേ എനിക്കിന്ന് രാത്രി വിടുതൽ തരണമേ എന്ന് പറഞ്ഞ് ആണ്ടുകളായി നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്തോത്രം നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ദൈവം വിടുതലയിക്കാൻ പോകുകയാ. കർത്താവ് എന്നോട് പറയുന്നു, റീബാന ശാന്തലരഗജനാദിയ, എന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അയ്യോ എന്റെ കുടുംബത്തെ ഒന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ ഇന്ന് രാത്രി എന്റെ കുടുംബത്തിനൊരു സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി എന്റെ ഹസ്ബൻഡിന്റെ മദ്യപാനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ ജനമേ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ഈ കാലവും വിടുവിക്കുക ശക്തനായ വലിയ കർത്താവ് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വിടുതലായി ചലിക്കുകയാണ്. അവന്റെ ശബ്ദം ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുകയാണ്. അവന്റെ ശബ്ദം ഇന്ന് രാത്രികാല രോഗികളെ സൗഖ്യമാക്കുന്നു. രമന ശന്തല രഗദന വൈഡവ രഗജനാദിയ,
ഓ അബ്രഹാമിനെ പോലെ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവമേ ഇന്നും എനിക്കൊരു അത്ഭുതം നീ ചെയ്യുമോ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ നാളുകളായിട്ട് ആണ്ടുകളാ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക യേശു കർത്താവ് വന്നിട്ടുണ്ട്. ചില വിടുതലുകൾ ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വ്യാധിസ്ഥരെ കർത്താവ് ഇന്ന് രാത്രികാലം സൗഖ്യമാക്കുകയാണ്. നിന്റെ കുടുംബത്തെ മുന്നോട്ട് വിടാതെ വണ്ണം പോരാടിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ഭവനത്തിൽ സമാധാനം തരാതെ വണ്ണം പോരാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തിയുടെ പോരാട്ടങ്ങൾ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ, ആമേ ദേശത്തിലെ പോരാട്ടങ്ങൾ ഇന്ന് രാത്രികാലം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട റബലബ ശബലബ ആന്തല രഗദന വൈഡമ രഗാജനാദിഗരഗ ശന്തരാദലബലബ യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് ജയമെടുക്കുന്നു. ഹല്ലേലൂയ.